അതുകൊണ്ട് ഈ വെടിനിർത്തൽ എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നത് ആണ് ഇനി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 കാര്യങ്ങളിൽ തത്വത്തിൽ ധാരണയാകുന്ന സ്ഥിതിക്ക് ഇനിയുള്ള ഏത് നിമിഷവും ആദ്യ ബന്ദിയെ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി തീരുമാനിക്കേണ്ട കാര്യം, ബന്ദികൾ 20 പേരും ഒറ്റയടിക്ക് ഒരേ സ്ഥലത്ത് വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുമോ? റെഡ് ക്രോസ് ആയിരിക്കുമോ, അതോ യുണൈറ്റഡ് നേഷൻസ് ഏജൻസികളായിരിക്കുമോ? ആരാണ് ആ പ്രോസസ്സിൽ മധ്യസ്ഥത വഹിക്കേണ്ടത്? ആ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കേണ്ടത്? എവിടെ വെച്ചാണ് കൈമാറ്റം ചെയ്യപ്പെടുക? കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഫാൻഫെയറോടുകൂടി വലിയ മുഖംമൂടി അണിഞ്ഞ ഹമാസിന്റെ പോരാളികൾ വലിയ ഒരു ഒപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു തരം കൈമാറ്റം, അത് എത്രത്തോളം ഇസ്രായേലി മനസ്സുകളിൽ എത്രത്തോളം മുറിപ്പാടുകൾ സൃഷ്ടിക്കും, അതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഇസ്രായേൽ കൈമാറാനുള്ള ബന്ദികളുടെ വിവരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, ഹമാസ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് എല്ലാ ബന്ദികളെയും കൈമാറണം, ബന്ദികളല്ല തടവുകാരെയും കൈമാറണമെന്നാണ്. ഇസ്രായേലിന്റെ കൈവശം വലിയ രീതിയിലുള്ള പലസ്തീനിയൻ തടവുകാരുണ്ട്. 250ഓളം വലിയ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട, ജീവപര്യന്തം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരുണ്ട്. 1700 പരം സാധാരണ തടവുകാരുണ്ട്. ഇവരെല്ലാം തന്നെ വിട്ടയക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ. കാരണം ഈ ആക്രമണത്തിലൊക്കെ പങ്കെടുത്ത, ഇസ്രായേലുമായി വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റിൽ പങ്കെടുത്ത ചില നിർണായക നേതാക്കളെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന ഒരു കർശന തീരുമാനത്തിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് എല്ലാ തടവുകാരെയും ഒറ്റയടിക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത തുലവും പരിമിതമാണ്. പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട, അതൊരു കീറാമുട്ടിയാകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ഈ ഹമാസിന്റെ ഉന്നത നേതാക്കൾ, ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഗാസയിൽ വെച്ച് പല സമയങ്ങളിലായി വധിക്കപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ മൃതശരീരങ്ങൾ ഇസ്രായേൽ മറവ് ചെയ്തോ അവരുടെ കൈവശമുണ്ടോ, അത് വിട്ടുകിട്ടുമോ എന്നൊക്കെയുള്ള ആലോചനകൾ ഇതോടൊപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും കൂടുതൽ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ വാർത്തകൾ അനുസരിച്ച് ഏറ്റവും പോസിറ്റീവായി തന്നെയാണ് 2 വർഷം നീണ്ടുനിന്ന ഒരു പ്രക്രിയ, ആ ഒരു യുദ്ധം ഏതാണ്ട് തത്വത്തിൽ അവസാനിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും നിലവിൽ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ബന്ദിമോചനം സാധ്യമായി കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലിന്റെ ബന്ദികളെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം അത് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമോ? അങ്ങനെ കരുതണമോ നമ്മൾ? അത് 2 പ്രാവശ്യം സംഭവിച്ചു. ബന്ദിമോചനം പാർഷ്യലാണ്. ഏതാണ്ട് 100-ൽ പരം ബന്ദികളെ 2 ഘട്ടങ്ങളിലായി വിട്ടയച്ചു. നവംബർ 2023 ആദ്യ വെടിനിർത്തൽ സമയത്തും, പിന്നീട് രണ്ടാമത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ്, 2ാം ഊഴത്തിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടടുത്തുള്ള സമയങ്ങളിൽ ജനുവരി 2025 2 ഗഡുക്കളായി ബന്ദിമോചനം ഉണ്ടായി. അപ്പോഴും ബാക്കി ബന്ദികൾ അവശേഷിക്കുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത, 3ാമത്തെ ബാച്ച് ബന്ദികൾ എന്ന് പറയുന്നത് സമ്പൂർണമാണ്. ഇനി അവശേഷിക്കുന്ന ജീവനോടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന 20 ബന്ദികളാണ് മോചിപ്പിക്കപ്പെടാനുള്ളത്. അവർ കൂടി മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ മറ്റൊന്നും തന്നെ തടസ്സപ്പെടുത്തുന്നില്ല ഗാസയ്ക്കെതിരെ അല്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിരില്ലേ എന്ന ന്യായമായ സംശയമാണ് ഹമാസിന്റെ ഭാഗത്തും ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഗ്യാരണ്ടി കൊടുക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയും ഈ സഖ്യകക്ഷികളുമാണ്. സഖ്യകക്ഷികൾ മാത്രമല്ല, അറബി സഖ്യകക്ഷികളുമാണ്. അതുകൊണ്ടാണ് ഈ പീസ് ഡീൽ ഒരു കോംപ്രിഹെൻസീവ് പീസ് ഡീലാണ്. അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് ഡീൽ എന്ന് പറയുമ്പോഴും അവിടെ ആദ്യം അമേരിക്ക ഈ റൗണ്ടിൽ കോൺഫിഡൻസ് എടുത്തത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളെയാണ്. പ്രത്യേകിച്ച് അറബ് ലീഗിന്റെ കോൺഫറൻസിന്റെ സ്പിരിറ്റ് എടുത്തു, GCCയുടെ മൊത്തത്തിലുള്ള ഒരു സ്പിരിറ്റ് എടുത്തു. ഖത്തർ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമായി, ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥത എന്ന് പറയുമ്പോൾ അവിടെ ആകമാന അറബി ചിത്രമുണ്ട്. അതുകൊണ്ട് ഹമാസിന് നൽകുന്ന ഗ്യാരണ്ടി, ഇസ്രായേൽ ഇനി ഒരു ആക്രമണത്തിൽ ബന്ദികളെ മോചിപ്പിച്ചാൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കില്ല എന്ന ഉറപ്പ് കിട്ടേണ്ടത് ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ ആക്രമിച്ചാൽ എന്താണ് ബദൽ മാർഗം, എന്താണ് പ്രതിരോധ നടപടി എന്ന് പറയേണ്ടത് ഇപ്പോൾ ഈ പ്രോസസ്സിനോടൊപ്പം നിൽക്കുന്ന അമേരിക്കയും അതുപോലെ തന്നെ അറബി രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് അതാണ് ഹമാസിന് ലഭിക്കാവുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലും ഹമാസും നേരിട്ടുള്ള ചർച്ചകളല്ല എന്ന് ഓർക്കണം. നേരിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഇല്ലാത്ത ഒരു പിൻബലം തേർഡ് പാർട്ടി മീഡിയേഷൻ സംഭവിക്കും. പ്രത്യേകിച്ച് അമേരിക്ക എന്ന അതിശക്തമായ മധ്യസ്ഥ രാജ്യം. ഇക്കാര്യത്തിൽ അതിനെ അമേരിക്ക മധ്യസ്ഥ രാജ്യം എന്ന് പറയേണ്ടി വരും. ഇസ്രായേലിനോടാണ് അമേരിക്കയ്ക്ക് ആഭിമുഖ്യം കൂടുതലെങ്കിൽ പോലും ഇസ്രായേലിനെ ഒരു പരിധിവരെ ബെയിൽ ഔട്ട് ചെയ്യാനാണ്, ഗ്ലോബൽ ഐസൊലേഷനിൽ നിന്നും ഇസ്രായേലിനെ ബെയിൽ ഔട്ട് ചെയ്യാനാണ് അമേരിക്ക ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. എങ്കിൽ പോലും അമേരിക്കയ്ക്ക് രംഗത്ത് വരാതിരിക്കാൻ കഴിയില്ല. അല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഡിപ്ലോമസിയുടെ വെറാസിറ്റി ചോദ്യം ചെയ്യപ്പെടും.
അതുകൊണ്ട് അദ്ദേഹം സമാധാനത്തിന് നോബൽ സമ്മാനമൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു വശത്തെ പ്രലോഭിപ്പിച്ച് ഒരു യുദ്ധം അവസാനിപ്പിക്കുകയും എന്നിട്ട് ഏതെങ്കിലും ഒരു കക്ഷി പ്രകോപനം നടത്തിക്കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ആഗോള സമൂഹത്തിൽ ഒരു അതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ട്രംപ് തന്റെ വിജയം അവകാശപ്പെട്ട് കഴിഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ നിർണായകമായ ഇടപെടൽ വേണ്ടി വന്നു എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം അദ്ദേഹം 2ാം ടേം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ച ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ ഇസ്രായേൽ പലസ്തീൻ ഇടയിലെ സംഘർഷം അത് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ഇടപെടുമെന്നുള്ളത്. തത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിജയമായി അദ്ദേഹം ഈ നിമിഷം ഇതിനെ കണക്കാക്കുന്നുണ്ട്, അത്തരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഒരു സെയിങ് ഉണ്ട്, ആര്യ, ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. അതായത് കോഴിമുട്ട വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നത് വരെ അവയുടെ തല എണ്ണാൻ നോക്കരുത് എന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഒരു രീതിശാസ്ത്രം നോക്കിയാൽ എല്ലാ പ്രഖ്യാപനങ്ങളും വളരെ മുൻപ് തന്നെ ജമ്പിങ് ദ ഗൺ എന്ന നിലയിൽ മുൻപ് തന്നെ നടത്തുന്നത് ഒരു ശീലമായി മാറി. പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്നത്. ആകെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. തന്റെ 8 മാസം 9 മാസത്തിൽ 7-8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട ക്ലെയിം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ, അത് ആ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ്. കേവലം 24 മണിക്കൂറിനുള്ളിൽ തനിക്ക് അധികാരം കിട്ടിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിച്ചു കൊള്ളാം. താൻ പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന് സ്വീകാര്യമാണ് എന്ന രീതിയിലുള്ള ട്രംപിന്റെ വർത്തമാനം അത് വമ്പ് പറച്ചിൽ മാത്രമായിരുന്നു എന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലാണ് എന്ന് 42 പ്രാവശ്യമാണ് ട്രംപ് നാളിതുവരെ പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പോലും ട്രംപ് ആ വർത്തമാനം പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അറിയുകയും ചെയ്യാം. അവിടെ ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ഇന്ത്യയുടെ നയമേ ആയിരുന്നില്ല. അതുകൊണ്ട് ട്രംപ് അത് ക്രെഡിറ്റ് എടുക്കുക മാത്രമായിരുന്നു. അതുപോലെ മറ്റ് യുദ്ധങ്ങളിൽ ഒരുപക്ഷെ അമേരിക്ക ആഗോള പോലീസ് എന്ന തങ്ങളുടെ ദൗത്യം വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു നിർണായക റോള് തന്നെ അമേരിക്കയ്ക്കുണ്ട്. അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ ശക്തമായ അറബി പങ്കാളികളും അമേരിക്കയും ചേർന്നുകൊണ്ട് ഒരു ജെനുവിൻ പീസ് പ്രോസസ് തന്നെയാണ് അവിടെ നടത്തിയിട്ടിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് അമേരിക്ക കൊടുക്കാതിരിക്കാനാവില്ല. ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായി അത് കൊടുക്കാതിരിക്കാൻ ആവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഡീൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ഡീൽ ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു എന്നല്ലാതെ വെടിവയ്പ് പൂർണ്ണമായി നിർത്തി എന്ന സൂചനകൾ ഒന്നും തന്നെ ഇവിടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് പൂർണ്ണമായി അവസാനിച്ചു. ആദ്യ ബന്ദി കൈമാറ്റം ചെയ്യപ്പെട്ടു, ഇസ്രായേൽ സേന പിൻവലിക്കപ്പെട്ടു, പിന്മാറി അല്ലെങ്കിൽ പിന്മാറ്റപ്പെട്ടു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ മാത്രമേ ട്രംപിന്റെ ക്ലെയിംസ് ശരിയാകുന്നുള്ളൂ. നോക്കൂ, നാളെ ഒക്ടോബർ മാസം 10-ാം തീയതി നൊബേൽ സമാധാന സമ്മാനം പ്രഖ്യാപിക്കുന്നു. അതിൽ എന്തായാലും ഈ ക്രെഡിറ്റ് ട്രംപിന് എടുക്കാൻ പറ്റില്ല. കാരണം അതിന് മുൻപ് തന്നെ പൂർണ്ണമായ യുദ്ധവിരാമം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. ഇതൊരു ലോങ് പ്രോസസ് ആയതുകൊണ്ട്. അതുകൊണ്ട് 2025-ലെ സമാധാന നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നതിൽ വലിയ കാര്യമില്ല. മറ്റ് യുദ്ധങ്ങൾ തുടരുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രദേശം ഇപ്പോൾ ഇതാ ഒരു എയർഫീൽഡ് വിട്ട്, ബഗ്രാം എയർഫീൽഡ് വിട്ട് കിട്ടണം, അവിടെ തങ്ങൾ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തും എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വരുമ്പോൾ ഒരു വശത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും എല്ലാം തന്നെ തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്ന അമേരിക്കയുടേതായി, പ്രത്യേകിച്ച് വ്യാപാര യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കലുഷിതമാക്കി മാറ്റുന്നതുകൊണ്ട് എത്രത്തോളം സമാധാനത്തിന്റെ ദൂതനാണ് ഡൊണാൾഡ് ട്രംപ് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്, ഒരു ഡിബേറ്റബിൾ പോയിന്റ് കൂടിയാണ്. അങ്ങനെ ഒരു സങ്കീർണമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതാ അറബ് ഇസ്രായേലി അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് അറുതി വരുന്നു എന്ന ശുഭോദർക്കമായ സൂചനകൾ വരുന്നത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് നമുക്കൊപ്പം വിശകലനവുമായി ചേർന്നത്. ഒപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ വിശദാംശങ്ങൾ പങ്കുവച്ചു. എന്തായാലും 1-ാം ഘട്ടം പരിപൂർണ വിജയമായിരുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ബന്ദിമോചനം വരും ദിവസങ്ങളിൽ തന്നെ സാധ്യമാകുമെന്ന് പറയുന്നുണ്ട്. സമ്പൂർണ്ണമായ വെടിനിർത്തൽ അത് ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിൽ ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാകും എന്നുള്ളത്. എന്തായാലും ശുഭകരമായ വാർത്ത തന്നെ ഇനിയും നമ്മളെ തേടി എത്തട്ടെ ഗാസയിൽ നിന്ന് എന്ന്